പരീക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ ബലപ്പെട്ടു നിൽക്കുന്ന മനുഷ്യർ, അവരുടെ ബലം പരിശുദ്ധാത്മാവിൻ്റെ ബലമാണ്. ഈശോയുടെ ജീവിതം ഒന്ന് ധ്യാനിച്ചാൽ ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം തുടങ്ങുമ്പോൾ മരുഭൂമിയിലെ പ്രലോഭനങ്ങളിൽ 40 ദിവസത്തെ പ്രലോഭനം. ആ സമയം ഈശോയെ എടുത്തിട്ട് അടിക്കുന്ന അനുഭവമല്ലേ. പിശാച് വല്ലാതെ ആക്രമിക്കുക, വിശപ്പ് കൊടുക്കുന്നു, സ്ഥാനമോഹങ്ങൾ നൽകുന്നു, ലോകമോഹങ്ങൾ നൽകുന്നു, അധികാരചിന്ത നൽകുന്നു. ഒരു മനുഷ്യന് വരാവുന്ന സകല പ്രലോഭനങ്ങളും ഈ 30 വയസ്സുകാരൻ നേടുക. പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ, ബലപ്പെടാൻ വേണ്ടി പോയതാ, അപ്പൻ്റെ കയ്യിൽ നിന്ന് അല്പം കരുത്ത് വാങ്ങിക്കാൻ വേണ്ടി പോയതാ. പക്ഷേ ജീവിതത്തിലെ ഭയങ്കരമായിട്ടുള്ള പ്രലോഭന അനുഭവത്തിലൂടെ കടന്നു പോവുക, എടുത്തിട്ടടിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തെ, അപ്പൻ്റെ വാക്കുകളെ പിടിച്ച് കയറുന്ന ഈശോ നമ്പരെ. ഈശോ അവിടുന്ന് കടന്നുപോയി, നസത്തിലെത്തി, സിനഗോഗിലെത്തി, അവിടുന്ന് പറയാൻ തുടങ്ങുക. 4:18 ലൂക്കാ 4:18 പറയുന്നില്ലേ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇതാ യെശയ്യാ പ്രവചനത്തിന് 61-ാം അധ്യായത്തിൽ 1-ാം വാക്യം പിടിച്ചുകൊണ്ട് കർത്താവ് ആരംഭിക്കുക. ഇനി ഈ യാത്ര മുന്നോട്ട് പോകണമെങ്കിൽ കർത്താവിൻ്റെ അഭിഷേകം വേണം. ജീവിതത്തിൽ ഒരു യാത്ര മുന്നോട്ട് പോകും, ഒരു പൗരോഹിത്യമൊക്കെ ജീവിക്കണമെങ്കിൽ, ഒരു സന്യാസം, ഒരു കുടുംബജീവിതം നയിക്കണമെങ്കിൽ, ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഒരു കുടുംബജീവിതമൊക്കെ നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണമെന്ന്. ജീവിതം വല്ലാതെ തകർന്നു നിൽക്കുന്ന മനുഷ്യരൊക്കെ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ശുശ്രൂഷകനെ ഓർക്കുക. ഒരു ദിവസം ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ ഭാര്യയും കുഞ്ഞിനെയും കാണുന്നില്ല. ഏതാണ്ട് രാത്രിയിലോ വെളുപ്പാങ്കാലത്തോ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ജഡം കിണറ്റിൽ നിന്ന് എടുത്തു എന്നൊക്കെ വന്ന് പിറ്റേ ആഴ്ച എന്നോട് പറയുന്ന ഒരു കുടുംബനാഥനെ ഞാൻ ഓർക്കുക. മനുഷ്യൻ സുഖമില്ലാത്ത കുഞ്ഞായിരുന്നു. ആ കുഞ്ഞ് ഓടിക്കളിച്ച് കിണറ്റിൽ ചാടിയപ്പോൾ, കിണറ്റിൽ വീണ് കഴിഞ്ഞപ്പം അമ്മയെടുത്ത് ചാടിയതാണ് കൊച്ചിനെ രക്ഷിക്കാൻ. ദേവകളെ, ഇതൊരു സിനിമയോ ഒരു കഥയൊന്നുമല്ല, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. ഇതിന് സാക്ഷിയായ മനുഷ്യൻ വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ ശുശ്രൂഷയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ വല്ലാതെ തോറ്റുപോകുകയല്ലേ. ദേവകളെ, ദൈവത്തിൻ്റെ ആത്മാവ് ലോകത്തെ വിസ്മയിപ്പിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ലോകത്തെ കീഴ്പ്പെടുത്തുവാൻ നമ്മളെ സഹായിക്കും. ദൈവത്തിൻ്റെ ആത്മാവല്ലാതെ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ ചെയ്യാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, വിസ്മയകരമായ കാര്യങ്ങൾ, ദൈവികമായ കാര്യങ്ങൾ തമ്പുരാൻ ചെയ്യിക്കും. ഇന്ന് സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 26-ാം അധ്യായത്തിലെ വചനമാണ്. അത്ഭുതപ്പെടുത്തുന്ന ഒരു വചനമാണ്. ചുരുക്കി പറഞ്ഞാൽ, സാവൂള് ഇതാ ദാവീദിനെ കൊല്ലാൻ വേണ്ടി നടക്കുക. സാവൂള് ദാവീദിനെ കൊല്ലാൻ വേണ്ടി നടക്കുക. പക്ഷെ ദാവീദിനെ സാവൂള് കിടന്നുറങ്ങുന്ന ഗുഹയിലെത്തി. ഇതാ സാവൂള് ഗാഠനിദ്രയില്ല. ഒറ്റ സെക്കൻഡ് കൊണ്ട് കൊല്ലാം. ഷിമേയി എന്ന് പറയുന്ന ആ ശിഷ്യൻ, അല്ലെങ്കിൽ ആ സൈന്യാധിപൻ പറയുന്നുണ്ട് ഞാൻ അവനെ കുന്തം കൊണ്ട് ഒറ്റക്കുത്തിന് ദാവീദ് അഭിഷായി പറയുക, ഞാൻ ഒറ്റക്കുത്തിന് നിന്റെ ശത്രുവിനെ ദൈവം ഇന്ന് നിന്റെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നു. ഞാൻ അവനെ കുന്തം കൊണ്ട് ഒറ്റക്കുത്തിന് നിലത്ത് തറയ്ക്കാം, രണ്ടാമതൊന്നുകൂടി കുത്തേണ്ടി വരില്ല. നമ്മൾ ന്യായമില്ലേ അതിൻ്റെ അകത്ത്? ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും തെറ്റല്ലെന്ന് നിയമം പോലും പറയുന്നുണ്ട്. സിവിൽ നിയമങ്ങളിൽ പോലും നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരാളെ കൊന്ന പാവമല്ലെന്ന് പറയുക. ഇവിടെ ഒരു മനുഷ്യൻ അവൻ ജീവനം കൊണ്ട് ഓടുമ്പോൾ ശത്രുവിനെ കയ്യിൽ കെട്ടിയിട്ട്, ദാവീദ് പറയുന്ന വാക്യതാണ്, അവനെ കൊല്ലരുത്, കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷനായി ആക്കുക കഴിയും. എന്ത് കാരണത്താലാണ് ഇത് ശരി? സൗളിനെ കൊന്നിട്ട് പിന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സ്വർഗത്തിൻ്റെ അഭിഷേകം നൽകുക. ഒരു തെറ്റിലേക്ക്, ഒരു തിന്മയിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി അവനെ സ്വന്തമാക്കുക. ദാവീദ് പറയുന്ന മറ്റൊരു വാക്യം ഇതല്ലേ, കർത്താവിൻ്റെ അഭിഷിക്തന് കർത്താവ് കൊടുക്കുന്ന ഒരു സംരക്ഷണം ഉണ്ട്. മകളെ, കർത്താവിൻ്റെ അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആരുമായിക്കൊള്ളട്ടെ, ഈ വചനം കേൾക്കുന്ന കുഞ്ഞെ നിനക്ക് ദൈവം തരുന്ന സംരക്ഷണമുണ്ട്. അന്നാ വാഹനാപകടത്തിൽ നീ തീർന്നു പോകാഞ്ഞത് എന്താ? ആ മാരവരോഗം വന്നിട്ട് ഇന്നും ഇപ്പോഴിരുന്ന് ഈ വചനം കേൾക്കാൻ കാര്യം എന്താ?
ഇല്ലെങ്കിൽ ജീവിതത്തിൽ ആ പ്രതിസന്ധി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആ അവസ്ഥ വന്നപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചു നീ ഇന്ന് ദൈവത്തിന് നന്ദി പറയുന്നത് എന്തുകൊണ്ടാ? കർത്താവിന്റെ അഭിഷിക്തനായത്. ജ്ഞാനസ്നാനത്തിലൂടെ കർത്താവിന്റെ അഭിഷിക്തയായി എൻ്റെ കുഞ്ഞെ നീ തീരുക. ക്രിസ്തുവിനെ നിന്റെ മേൽ പൂശി തന്നിരിക്കുക, നിന്റെ മേൽ തേച്ച് പിടിപ്പിച്ചിരിക്കുക. നിനക്ക് ക്രിസ്തുവിന്റെ മണമാ, നിനക്ക് ക്രിസ്തുവിന്റെ ബലമാ, നിനക്ക് ക്രിസ്തുവിന്റെ അഭിഷേകമാണ്. അതൊരു അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ ഇതാ. എന്നിട്ട് ദാവീദ് അങ്ങേക്കരയില് അങ്ങേ മലയില് ഒരുപാട് ദൂരത്ത് നിന്ന് വിളിച്ചു പറയുക, രാജാവേ രാജാവേ, ഇതാ അങ്ങയുടെ കുന്തം, ഇതാ അങ്ങയുടെ ആയുധം. ദാസന്മാരിൽ ഒരുവനെ വിട്ട് ഇതെടുത്തുകൊള്ളുക. ഓരോരുത്തരും അവന്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം കർത്താവ് പ്രതിഫലം നൽകുന്നു. ഇന്ന് കർത്താവ് അങ്ങയുടെ കയ്യിലേൽപ്പിച്ചു, എന്നാൽ അവിടുത്തെ അഭിഷിക്തനെതിരെ ഞാൻ കരമുയർത്തുകയില്ല. ദൈവങ്ങളെ, ആത്മാവ് ചോരയിലൂടെ ഒഴുകുന്ന മനുഷ്യരുണ്ട്. ആത്മാവ് ചോരയിലൂടെ ഒഴുകുക. ജീവിതത്തിന്റെ തുടിപ്പ് മുഴുവൻ പരിശുദ്ധാത്മാവായി മാറുമ്പോഴോ ചിന്തിക്കാൻ പറ്റാത്തൊരു ബലം. ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് മക്കളെ, സഹോദര ബന്ധങ്ങളിൽ പ്രശ്നമുണ്ട്, ജോലി സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, പൗരോഹിത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ വെറുതെയല്ല, ദൈവികമായി ഇൻ എ ഡിവൈൻ വേ, ഇൻ എ ഡിവൈൻ ഫാഷൻ യു ക്യാൻ ഓവർകം എവറിത്തിങ്. ജീവിതത്തിലെ ഏത് രോഗമോ തകർച്ച എന്തുമായിക്കൊള്ളട്ടെ. സങ്കീർത്തനം 103 പറയുക, എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. ദാവീദിന്റെ കിന്നരത്തിൽ പാടിയ പാട്ട. ഓടുമ്പോഴും അവന് പാടാനുള്ളത് അന്തരംഗമേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിന് അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അകൃത്യങ്ങൾ ക്ഷമിക്കുന്ന, രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന, ജീവനെ പാതാളത്തിൽ രക്ഷിക്കുന്ന, സ്നേഹവും കരുണയും കൊണ്ട് കിരീടമണിയിക്കുന്ന കർത്താവ്. അവിടുന്ന് ആർദ്രഹൃദയന, അവിടുന്ന് കാരുണ്യവാന, അവിടുന്ന് ക്ഷമാശീലന, അവിടുന്ന് സ്നേഹനിധിയ. എൻ്റെ പൊന്നുമക്കളെ, ഈ ദിവസം കർത്താവ് നമുക്ക് നൽകുന്ന ചില പ്രത്യേകതകളാണ്. എൻ്റെയും നിങ്ങളുടെ പ്രത്യേകതകളാകണം ഇത്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകതകൾ നമ്മുടെ പ്രത്യേകതകൾ. ആർദ്രഹൃദയം, ഒരാർദ്രത, ഒരലിവ്. കഴിഞ്ഞ ദിവസം ആരോ എന്നോട് പറയുന്നുണ്ട്, ജീവിതത്തിൽ വല്ലാതെ വിഷമിക്കുന്നൊരു വ്യക്തി പറയാ, സ്വയം പ്രതികരിക്കാമില്ല, എന്നെ ആരെന്തു പറഞ്ഞാലും ഞാൻ തിരിച്ചു പറയാമില്ല. പിന്നെയോ ഞാൻ എൻ്റെ ഉള്ളിൽ എടുക്കും, കർത്താവെ എന്തിനാണ് ഇവരിങ്ങനെ പറയുന്നത്? ഞാനൊരിക്കലും തിരിച്ച് ഒന്നും പറയാറില്ല, പ്രതികരിക്കാറില്ല. ജീവിതത്തിൽ ആവശ്യമില്ലാത്തതൊക്കെ കേൾക്കുമ്പോഴും, ആവശ്യമില്ലാതെ അവഹേളിതയാകുമ്പോഴും, ആവശ്യമില്ലാതെ തളരുമ്പോഴും ഒക്കെ ആ മകളെന്നോട് പറയാ, ഭർത്താവ് എന്ത് പറഞ്ഞാലും, മാതാപിതാക്കൾ എന്ത് പറഞ്ഞാലും, പ്രിയപ്പെട്ടവരെന്ത് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കാറില്ല. കാരണം കർത്താവ് തന്നൊരു കൃപയാണ്. എൻ്റെ ഹൃദയത്തിൽ ആത്മാവിൽ ഞാൻ സഹിക്കുക. ദൈവങ്ങളെ, അഭിഷിക്തരുടെ ഒരു പ്രത്യേകത ആത്മാവ്. എൻ്റെ ആത്മാവ് അസ്വസ്ഥ, കർത്താവ് പറഞ്ഞല്ലേ, ആത്മാവിൽ സഹിക്കാൻ. പ്രതികരിച്ച് ഒരു വാക്ക് പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ചെയ്തൊരു പ്രവൃത്തിയൊക്കെ തലകുത്തി പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റുമോ? ആത്മാവിൽ സഹിക്കാൻ, ആത്മാവിൻ്റെ അഭിഷേകം. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്ത് നമ്മെ ശിക്ഷിക്കുന്നില്ല, അകൃത്യങ്ങൾക്കൊത്ത് പകരം ചെയ്യുന്നില്ല. കർത്താവിൻ്റെ പ്രത്യേകതകളാണ്. രണ്ടാം വായന 1 കൊരിന്തോസ് 15 അധ്യായം നമ്മൾ വായിക്കും. 45 മുതൽ വാക്യങ്ങൾ പറയുക. ആദ്യ മനുഷ്യനായ ആദവും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം. ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്. എന്നാൽ പിന്നീട് ആത്മീയൻ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികനും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയനും. ഒരു സ്വർഗീയ ഛായ. നിന്റെ ബലമേതാ? സ്വർഗമാണ് നിന്റെ ബലമെങ്കിൽ സ്വർഗീയരാകാൻ. നമ്മളെ ലോകത്തിൻ്റെ ഇതൊക്കെ തകർന്നു പോകുന്ന ലോകവും ലോകമോഹങ്ങളുമൊക്കെ അസ്തമിക്കുമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? അതെ, സ്വർഗവും സ്വർഗത്തിൻ്റെ അഭിഷേകങ്ങളും ആർക്കും തകർക്കാനാവില്ല. ലൂക്കാസ് സുവിശേഷമാണ് കർത്താവ് ഇന്ന് സഭാമതത്തിൽ നമുക്ക് ധ്യാനം. സുവിശേഷത്തിൽ വായിച്ചു തീർത്താലും വായിച്ചത്, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുക. ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കൂടി കാണിച്ചു കൊടുക്കുക. ശത്രുക്കളെ സ്നേഹിക്കുക. നിങ്ങളെ പുച്ഛിക്കുന്നവർക്ക് നന്മ ചെയ്യുക. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വീണ്ടും പറയുക, നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്തിട്ട് എന്നാ കിട്ടാനാ? തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുത്തിട്ട് എന്നാ? കിട്ടത്തില്ലെന്ന് വിചാരിച്ച് വായ്പ കൊടുക്കുക. ശത്രുക്കളെ സ്നേഹിക്കുവിൻ. തിരിച്ചു കിട്ടാതെ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ
നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. വീണ്ടും വിധിക്കരുത്. ഏറ്റവും വലിയ പാപം നമ്മൾ വിധിക്കുന്നതല്ലേ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാപം അത്. വിധിക്കും, എല്ലാവരും വിധിക്കും. വിധിക്കരുത്. കുറ്റാരോപണം നടത്തല്ലേ. എല്ലാവരും കുറ്റക്കാരല്ലേ. ഞാനൊഴിച്ച് എൻ്റെ ചുറ്റും നിൽക്കുന്നവരൊക്കെ എനിക്ക് കുറ്റക്കാരാണ്. ക്ഷമിക്കണം. ആരോടെങ്കിലും നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടോ? ഹൃദയത്തിലൊരു നൊമ്പരം വരുമ്പോഴേ ക്ഷമയായി മാറത്തുള്ളൂ. ഒരു വ്യക്തിയുമായുള്ള ബന്ധത്തിൽ ഹൃദയത്തിലൊരു നൊമ്പരം, ഒരു നഷ്ടം സഹിക്കുന്നതിൻ്റെ പേരാ ക്ഷമ. വീണ്ടും കൊടുക്കുക. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് നിങ്ങൾക്ക് മടിയിലിട്ട് തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ച് ക്രിസ്തുവെന്ന അളവ് പോലെ, ക്രിസ്തുവെന്ന അഭിഷേകം. ഓ കർത്താവേ, ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ, ഒരു ദൈവ പൈതലാക്കി മാറ്റാൻ, സ്വർഗത്തിൻ്റെ അഭിഷേകമുള്ളവരാക്കി മാറ്റാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. സ്വർഗം തുറക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് ക്ഷമിക്കാൻ വരും. ഒരു മനുഷ്യനായി, ഒരു മകനായി, ഒരു മകളായി, ഒരു ഭർത്താവായി, ഒരു ഭാര്യയായി, ഒരു സന്യാസിയായി, സന്യാസിനിയായി, പുരോഹിതനായി, ഒരു ദൈവ പൈതലായി ജീവിക്കാൻ, മാപ്പ് കൊടുക്കേണ്ടവർക്ക് മാപ്പ് കൊടുക്കാൻ, ദൈവമേ കയ്യിലുള്ളത് മുഴുവൻ ജീവൻ പോലും കൊടുത്ത് സ്നേഹിക്കാൻ കർത്താവേ കൃപ നൽകണമേ. നീ എൻ്റെ സുവിശേഷമാ കർത്താവേ. നീ ആകുന്ന സുവിശേഷം വായിച്ച് ഞാൻ എൻ്റെ ജീവിതം നയിക്കട്ടെ. സ്വർഗം തുറക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ